വെച്ച് നാക്കിലയൊന്നു വിരിച്ച് ഇന്ന് നമുക്ക് ചില്ലി സോസും ചില്ലി പേസ്റ്റും ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതൊരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചില്ലി സോസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചില്ലി സോസ് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കും. ഓയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഈ ചില്ലി സോസിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. അങ്ങനെ എടുക്കുമ്പോൾ അത് ചില്ലി പേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വിനീഗർ വേണം. 100 ഗ്രാം ഉണക്കമുളക് എടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ മതിയാവും. പിന്നെ ഈ മുളക് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വേണം. ചില്ലി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓയിലും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതായത് ചില്ലി പേസ്റ്റും ചില്ലി സോസും ആക്കാന്ന്. ആദ്യം തന്നെ മുളക് തിളപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മുളക് ചേർക്കാം. ഞാനിവിടെ മുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ സാധാരണ നല്ല എരിവുള്ള മുളകാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് കാശ്മീരി മുളക് വേണമെങ്കിൽ ആ മുളക് വെച്ചിട്ട് ഉണ്ടാക്കാം. ആ മുളക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റിന് നല്ലൊരു റെഡ് കളർ കിട്ടും. പക്ഷേ എരിവ് വളരെ കുറവായിരിക്കും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ മുളക് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ മുളക് നന്നായിട്ട് വെന്തിട്ട് മുളക് നല്ല സോഫ്റ്റായിട്ട് വരണം. നമുക്ക് മൂടി വയ്ക്കാം. ഈ മുളക് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഈ മുളക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വന്നാലും ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. അത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടാവും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഈ മുളക് നന്നായിട്ട് വെന്തിട്ട് മുളക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം മുളക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം നമുക്ക്. അപ്പം ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. ഈ മുളക് നമ്മൾ അരച്ചെടുക്കാൻ പോണതിന് മുമ്പ് ചിലപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മുളകിൽ ചിലപ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല. ഈ മുളക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പം അങ്ങനെ വെള്ളം തീരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ മുളകിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ പാത്രത്തിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഈ ചില്ലി സോസ് പെട്ടെന്ന് ഇതിനകത്ത് പൂപ്പൽ വരും. നമ്മുടെ ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ പാനിലേക്ക് ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നിലും ഒട്ടും വെള്ളം പാടില്ല. കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണം. നന്നായിട്ട് ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ടാണ്ട് മുരിഞ്ഞിട്ട് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരണം. അപ്പോൾ അതനുസരിച്ചുള്ള ഓയിൽ ചേർക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ചില്ലി സോസ് ചേർക്കാം. ഇനി ഇത് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മുളകൊന്ന് മൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം.
ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈ മുളക് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ആ ഒഴിച്ചേക്കണ ഓയിലൊക്കെ കക്കി പുറത്തേക്ക് വരാം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നന്നായിട്ട് എണ്ണ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എണ്ണയ്ക്കും കക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ മുളകും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മുളകിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ മുളകിന് പകരം ഈ ചില്ലി പേസ്റ്റ് ചേർത്തിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ചിക്കനൊക്കെ നല്ല വരട്ടിയെടുക്കണേലേക്ക് ഇങ്ങനത്തെ ചില്ലി പേസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.